നമസ്കാരം. അപ്പോ കർണാടക, കേരളം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. തീർച്ചയായിട്ടും ഇത് വളരെ മോശവത്തായ ഒരു കാര്യമാണ്. ഒരു സാധാരണക്കാരനായതുകൊണ്ട് മാത്രമാണോ ഇത്രയും അനാസ്ഥ കാണിക്കുന്നത്? ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആരെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല. തീർച്ചയായിട്ടും ഞാനൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ വീഡിയോയുമായിട്ട് വരുന്നത്. കർണാടകയിലെ ഷിരൂരുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ കാണാതെയായ അർജുൻ എന്ന് പറയുന്ന ആ ഒരു മലയാളിയെ തിരയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയിലധികമായി. തീർച്ചയായിട്ടും അത് കർണാടക സർക്കാരിന്റെ വളരെ മൂർഖമായ രീതിയിലുള്ള ഒരു അനാസ്ഥ തന്നെയാണെന്നുള്ളതിന് തെളിവുകൾ ഈ ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറയുന്ന ആ ഒരു എന്റെ സംസ്ഥാനത്തിന്റെ അപേക്ഷ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും കർണാടക സർക്കാരിനോട് അപേക്ഷയുമായി ചെന്നപ്പോൾ ആദ്യം സ്വീകരിക്കാത്ത രീതിയിലുള്ള ഓരോ ചലനങ്ങളും നമ്മൾ മാധ്യമങ്ങളുടെ കണ്ടതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്തല്ലേ കേരളവും കർണാടകയും സ്ഥിതി ചെയ്യുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം തിരസ്കരിക്കൽ? അപ്പോൾ ഇനിയിപ്പോ ഒത്തിരി ഡയലോഗുകളൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും ഈ പറയുന്ന കർണാടക ഷിരൂരുണ്ടായ ഈ ഒരു പ്രകൃതി ദുരന്തത്തിൽ അർജുൻ എന്ന് പറയുന്ന ആ ഒരു മലയാളിയെ നമുക്ക് കാണാതെ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയിലധികമായി. തീർച്ചയായിട്ടും ഈ പറയുന്ന കർണാടക സർക്കാരിന്റെ വളരെ മൂർഖമായ രീതിയിലുള്ള ഒരു അനാസ്ഥ കാരണമാണ് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ടായ ഈ ഒരു ഇന്ത്യൻ മഹാരാജ്യത്തും വളരെ കുറഞ്ഞ രീതിയിലാണ് ഓരോ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു കർണാടക എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം ഓരോ ദിവസവും തിരച്ചിൽ ആരംഭിക്കുമ്പോൾ ഓരോ പരിമിതികളാണ് പറയുന്നത്, ഓരോ പരിമിതികളാണ് ഉന്നമിടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തിരച്ചിലിന്റെയും ആഴം വളരെ കുറഞ്ഞ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. അത് തന്നെയാണ് ഈ ഒരു തിരച്ചിലിന്റെ തോൽവിക്ക് പ്രധാന കാരണം. ഇത്രയും ദിവസങ്ങൾ മാധ്യമങ്ങളിലൂടെയുള്ള ഒരു കാഴ്ചയിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവനല്ല ഇവിടെ പ്രാധാന്യം, ഓരോ വ്യക്തിയുടെയും സ്ഥാനമാനങ്ങൾക്കാണ് പ്രാധാന്യം. കർണാടക സർക്കാരിന്റെ ഈ ഒരു ഉത്തരവാദിത്തമില്ലായ്മ അല്ലെങ്കിൽ കണ്ണടച്ച് ഉറക്കം നടിക്കുന്ന ഈ ഒരു പരിപാടി ഒത്തിരി ജീവനെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇത്രയും ദിവസമായിട്ടും വളരെ മോശവത്തായ രീതിയിലുള്ള അവരുടെ ഓരോ ചലനങ്ങളും ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്തിന് ഏറ്റവും വലിയ തോൽവിയായിട്ട് തന്നെ നമുക്ക് കരുതേണ്ടി വരും. എന്തിനാണ് ഈ സംസ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരം മത്സരങ്ങൾ നടത്തുന്നത്? ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ? പ്രകൃതി ദുരന്തത്തിൽ ആദ്യം പെട്ടത് ഒരു VIP ആയിരുന്നെങ്കിൽ എന്നൊരു ക്വസ്റ്റ്യൻ ഏതൊരു സാധാരണക്കാരനും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള മറുപടി തരേണ്ടത് കർണാടക സർക്കാരും കേരള സർക്കാരുമാണ്. ശരിക്കും ഈ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടന്നിരുന്നെങ്കിൽ ഇത്രയും ആഴത്തിൽ ഇത്രയും മോശമായ രീതിയിലേക്ക് ഈ ഒരു സ്ഥിതിവിശേഷം പോവില്ലായിരുന്നു. എന്ന് പറയുന്ന ആ ഒരു മലയാളി മാത്രമല്ല, തീർച്ചയായിട്ടും ബാക്കി 3 പേരും കൂടി അതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. 3 പേരാണോ എണ്ണം വളരെ കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം. കർണാടക സർക്കാർ ഇപ്പോൾ ഒത്തിരി പരിമിതികൾ പറയുന്നുണ്ട്. കാരണം ആദ്യ സമയത്ത് തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇത്രയും മോശവത്തായ രീതിയിലേക്ക് പോവില്ലായിരുന്നു. ഇത്രയും സങ്കടകരമായ രീതിയിലാണ് ഓരോ രക്ഷാപ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ സമയത്ത് തന്നെ ഒത്തിരി ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരു സങ്കടകരമായ രീതിയിലൂടെ സഞ്ചരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം അത് കർണാടക സർക്കാരിന്റെ വലിയ ഒരു അനാസ്ഥ തന്നെയാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് നേരിൽ കാണാൻ സാധിച്ചതാണ്. കേരളത്തിലും ദുരന്തങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിൽ അടക്കം ഒത്തിരി കഷ്ടപ്പെട്ട ദുരന്തങ്ങൾ നമ്മൾ നേരിൽ കണ്ടതാണ്. ഈ പറയുന്ന ഈ ഒരു കർണാടക സർക്കാരിന്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലുള്ള ഈ ഒരു പ്രവർത്തനം നിർത്തിവെക്കുകയും അതേപോലെ തന്നെ അതിനുശേഷം രാവിലെ വീണ്ടും തുടങ്ങുക. അത് ഏറ്റവും വലിയ തെറ്റായ രീതിയിലുള്ള ഒരു ശൈലിയാണെന്നുള്ള കാര്യം നമുക്ക് നേരിൽ കാണാൻ സാധിച്ചൊരു സംഭവം തന്നെയാണ്. കർണാടക സർക്കാരിനെ കണ്ണടച്ചു പറയാം ഉത്തരവാദിത്തക്കുറവ്, ഉത്തരവാദിത്തമില്ലായ്മ. ഇത്രയും വലിയൊരു ദുരന്തം നടന്ന സമയത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടാത്തതാണ് ഏറ്റവും വലിയ കുറവ് എന്ന് പറയാം. ഈ ഒരു പ്രകൃതി ദുരന്തത്തിൽ ഞാനടക്കം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, അർജുൻ എവിടെ? അതിനുള്ള ഒരു ഉത്തരം കർണാടക സർക്കാർ എന്ന് തരും? ഇത് എന്റെയും ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരിക, താല്പര്യമുള്ളവരും ഇല്ലാത്തവരും കമന്റ് ഇടുക. ഐ ആം വെയിറ്റിംഗ്.